അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശ്രോതാക്കളെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് കുറേ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് പ്രവാചകൻ്റെ വസിയത്തുകൾ. അതിലൊന്ന് ഇത്തഖിൽ മഹാരിമ തകുന്ന അബദന്നാസ്. നീ ഹറാമുകൾ ഒഴിവാക്കിയാൽ ഏറ്റവും നല്ല ആബിദായി മാറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് ആബിദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആബിദ് എന്ന് പറഞ്ഞാൽ നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കുന്ന, ഹറാമുകൾ ഒഴിവാക്കുന്നവരാണ് ആബിദ് എന്ന് പറയുന്നത്. ഈ ഹദീസിൽ നിന്ന് ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഹറാമുകൾ എന്താണെന്നും വാജിബുകൾ എന്താണെന്നും പഠിച്ചു മനസ്സിലാക്കൽ നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണ്. എങ്കിലേ ചെയ്യാനുള്ളത് ചെയ്യാനും ഒഴിവാക്കാനുള്ളത് ഒഴിവാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊക്കെയാണ് ഹറാമുകൾ? ഹറാമുകൾ രണ്ട് രൂപത്തിലാണുള്ളത്. ഒന്ന്, പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും നേർക്ക് നേരെ ഹറാമാണെന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, അതെന്താണ്? ഹറാമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ആയത്തുകളും വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹറാമുകൾ അത് അള്ളാഹു നിശ്ചയിച്ച പരിധിയാണ്. അത് മുറിച്ചു കടന്ന് ഹറാമുകൾ പ്രവർത്തിക്കുന്നത് പാടില്ലാത്തതാണ്. അലാ ഇന്ന ഹിമല്ലാ ഫി അർളിഹി മഹാരിമഹു. ഭൂമിയിൽ അള്ളാഹു വെച്ച പരിധി എന്ന് പറയുന്നത് അവൻ ഹറാമാക്കിയ കാര്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഹറാമുകളുടെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിർബന്ധമായ ബാധ്യതകൾ ഒഴിവാക്കിയാൽ അതും ഹറാമാണ്. ഇപ്പോൾ 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്, അതൊരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അയാൾ ഹറാമ് ചെയ്യുന്നവരാണ്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ കുറേ നിർബന്ധ കാര്യങ്ങൾ ചെയ്യൽ മാത്രമല്ല, ഹറാമുകൾ ഒഴിവാക്കലും ഇബാദത്താണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹറാമുകൾ ഒഴിവാക്കുക എന്നത് അള്ളാഹുവിന് പരിപൂർണമായും കീഴ്പ്പെട്ടു എന്നതിൻ്റെ തെളിവാണ്. കാരണം അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുന്നത് ഹറാമുകൾ കൊണ്ടാണ്. നിർബന്ധമായ കാര്യങ്ങളിൽ വിജയിക്കുന്നവർ പലപ്പോഴും ഹറാമുകളിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിന്മകൾ ചെയ്യുമ്പോൾ, ഹറാമുകൾ ചെയ്യുമ്പോൾ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹറാമുകൾ ചെയ്താൽ, തിന്മകൾ ചെയ്താൽ പരലോകത്ത് നമ്മുടെ നന്മകൾക്ക് വിലയില്ലാതായി തീരും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു സമൂഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. തിഹാമ പർവ്വതത്തിൻ്റെ അത്രയും നന്മകളുമായി അവർ നാളെ പരലോകത്ത് വരും. പക്ഷേ ഫയജ്അലുഹുല്ലാഹു അസ്സ വജല്ല ഹബഅൻ മൻസൂറ, അവരുടെ നന്മകളെ ധൂളിയാക്കി പാറ്റിക്കളയും. സൗബാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് നബിയെ അവർ? അവരെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾ അവരിൽ പെടാതിരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, അവർ രാത്രി നമസ്കരിക്കുന്നവരാണ്. പക്ഷേ വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹഖൂഹ, അവർ ഹറാമിൽ ഒറ്റക്കായാൽ ഹറാമിൽ മുങ്ങിക്കുളിക്കുന്നവരാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹറാമ് ചെയ്തു കഴിഞ്ഞാൽ പരലോകത്ത് നമ്മുടെ നന്മകൾക്ക് വിലയുണ്ടാവില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്ന ഫുലാന തഖൂമുൽ ലൈൽ വ തസൂമുൻ നഹാർ. അള്ളാഹിൻ്റെ റസൂലെ, ഒരു സഹോദരി രാത്രി നിസ്കരിക്കുന്നു, പകല് നോമ്പെടുക്കുന്നു, സ്വതക്ക കൊടുക്കുന്നു, നന്മകൾ ചെയ്യുന്നു, പക്ഷേ അവളുടെ നാവ് കൊണ്ട് അവളുടെ അയൽവാസിയെ ഉപദ്രവിക്കുന്നു. അവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ ഖൈറ ഫീഹ, ആ സ്ത്രീയിൽ, ആ സഹോദരിയിൽ ഒരു നന്മയുമില്ല, ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകക്കാരി എന്നാണ്. ഹറാമുകൾ ചെയ്താൽ നമ്മുടെ നന്മകൾക്ക് വിലയുണ്ടാവുകയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസ് കൂടെയാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ തന്നെ ഹറാമുകൾ ചെയ്താൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്. ആരാണ് മുത്തഖികൾ എന്ന് പറഞ്ഞാൽ, മയ്യത്തഖി മഹാരിമല്ലാ, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ സൂക്ഷിക്കുന്നവരാണ്, ശ്രദ്ധിക്കുന്നവരാണ് എന്ന് പരിശുദ്ധമായ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നു. പരിശുദ്ധ റമദാനിലൂടെ യഥാർത്ഥ മുത്തഖിയായി ഹറാമുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് ഏറ്റവും നല്ല ആബിദായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക,
നേർവഴി. Peace Radio. Tune to reality.